നമസ്കാരം, ആസ്ട്രോവാസ്തുവിലേക്ക് സ്വാഗതം. 2025 ഓഗസ്റ്റ് മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായി ഗ്രഹനിലയിലേക്ക് കിടക്കാം. സൂര്യൻ കർക്കടകം, ചിങ്ങം എന്നീ രാശികളിലൂടെയാണ് ഓഗസ്റ്റ് മാസത്തിൽ സഞ്ചരിക്കുന്നത്. ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 16 വരെ സൂര്യൻ കർക്കടകത്തിലും ഓഗസ്റ്റ് 17 മുതൽ ഓഗസ്റ്റ് 31 വരെ ചിങ്ങൻ രാശിയിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ചൊവ്വ കന്നി രാശിയിൽ, ബുധൻ ഓഗസ്റ്റ് 30 വരെ കർക്കടകൻ രാശിയിൽ, ശുക്രൻ ഓഗസ്റ്റ് 21 വരെ കർക്കടകത്തിലും ശേഷം ചിങ്ങൻ രാശിയിലുമായി സഞ്ചരിക്കുന്നു. ഗുരു മിഥുനൻ രാശിയിൽ, ശനി മീനൻ രാശിയിൽ, കേതു ചിങ്ങൻ രാശിയിലും രാഹു കുംഭൻ രാശിയിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ചാണ് ഞാൻ ഫലം പറയാൻ പോകുന്നത്. മേടം, ഇടവം, മിഥുനം എന്നീ 3 രാശികളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായി മേടൻ രാശി. അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടൻ രാശി. ഓഗസ്റ്റ് മാസത്തിൽ സൂര്യൻ മേടൻ രാശിയുടെ 4-5 ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 2 ഭാവങ്ങളും സൂര്യന് അനുകൂല ഭാവങ്ങളല്ല. ഓഗസ്റ്റ് 16 വരെ കർക്കടകത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്ന സമയം മനസ്സിന് സ്വൈര്യക്കേടും രോഗങ്ങളും ഉണ്ടാകാം. ഗ്രഹസുഖം കുറയും, പണച്ചിലവുകൾ കൂടും, മാതാവിന് ക്ലേശങ്ങൾ ഉണ്ടാകാം, അനാവശ്യ യാത്രകളും പങ്കാളിയുടെ അപ്രീതിയും അനുഭവപ്പെടും. ഓഗസ്റ്റ് 16 ശേഷം 5-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന സൂര്യൻ സന്താനങ്ങൾക്ക് ക്ലേശങ്ങൾ ഉണ്ടാക്കും. കുട്ടികൾക്ക് രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസത കാണിക്കും. മനസ്സ് ചഞ്ചലമാകുന്ന സമയമാണ്. മനസ്സിൽ ഭയം കൂടുന്ന സമയം കൂടിയാണ്. പൊതുവെ ഓഗസ്റ്റ് മാസത്തിൽ സൂര്യൻ അനുകൂല ഫലങ്ങളല്ല നിങ്ങൾക്ക് നൽകുന്നത്. മേടൻ രാശിയുടെ കർമ്മഭാവാധിപനായ ശനി 12-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കർമ്മരംഗത്തെ സുഖക്കുറവിനെ കാണിക്കുന്നു. മേടൻ രാശിയുടെ കർമ്മകാരകനായ ശനി വ്യയസ്ഥാനത്ത് സ്ഥിതി ചെയ്യുമ്പോൾ തൊഴിൽ സംബന്ധമായ അനാവശ്യ ചിലവുകൾ വരാം. കർമ്മരംഗത്ത് പല തടസ്സങ്ങളും ഉണ്ടാകാം. വരുമാനം കുറയും. നഷ്ടങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. അനാവശ്യ യാത്രകളും ശരീരക്ഷീണവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 7-ാം ഭാവാധിപനായ ശുക്രൻ ഓഗസ്റ്റ് 21 വരെ 3-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സമയത്ത് ബിസിനസ്സിൽ വളരെ ശ്രദ്ധിക്കണം. പണച്ചിലവുകൾ കൂടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഓഗസ്റ്റ് 21 ശേഷം 4-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ബിസിനസ്സിന് പേരും പ്രശസ്തിയും ഉണ്ടാകും. വരുമാനം വർദ്ധിക്കും. കൂടാതെ ശുക്രൻ്റെ 4-ലെ സ്ഥിതി കുടുംബസുഖവും പുത്രസുഖവും സന്തോഷവും നൽകുന്നു. 5-ാം ഭാവാധിപനായ സൂര്യൻ ഓഗസ്റ്റ് മാസത്തിൽ മേടൻ രാശിയുടെ 4-5 ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസത കാണിക്കും. വളരെ ശ്രദ്ധയോടുകൂടി പഠിച്ചാൽ മാത്രമേ വിജയിക്കാൻ കഴിയൂ. പ്രണയിക്കുന്നവർക്ക് സമയം മെച്ചമല്ല. ദമ്പതികൾക്ക് ഓഗസ്റ്റ് 21 ശേഷം വളരെ നല്ലതാണ്. മേടൻ രാശിയുടെ 3-ാം ഭാവത്തിലാണ് ഗുരു സ്ഥിതി ചെയ്യുന്നത്. 3-ലെ വ്യാഴം ഗുണാനുഭവങ്ങൾ കൂടുതലായി നൽകുന്നില്ല. തൊഴിൽ സ്ഥലത്ത് കലഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രോഗങ്ങളും ശരീരപീഡയും ഉണ്ടാകാം. കാര്യതടസ്സവും പിതൃക്ലേശവും ഉണ്ടാകാൻ സാധ്യത കാണുന്നു. 30 വരെ 4-ാം ഭാവത്തിൽ നിന്ന് ശുഭഫലങ്ങൾ നൽകുന്നു. മാതാവിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ ലഭിക്കുന്നു. വരുമാനം വർദ്ധിക്കുന്നു. കച്ചവടത്തിൽ ലാഭമുണ്ടാകുന്നു. കുടുംബത്തിൽ ശാന്തത നിലനിൽക്കും. 6-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ ഗുണാനുഭവങ്ങൾ മാത്രമാണ് നൽകുന്നത്. സമൂഹത്തിൽ വിലയും നിലയും കൂടും. പ്രശസ്തിയും ആനന്ദവും കാര്യങ്ങളിൽ വിജയവും ഉണ്ടാകുന്നു. രോഗികൾക്ക് രോഗശമനം ഉണ്ടാകുന്നു. അപ്രതീക്ഷിതമായി വസ്ത്രങ്ങളും ആഭരണങ്ങളും കയ്യിൽ വന്നു ചേരുന്നു. ജീവിത സുഖങ്ങൾ വർദ്ധിക്കുന്നു. 5-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതു മനക്ലേശത്തെ സൂചിപ്പിക്കുന്നു. സന്താന ദുഃഖത്തെയും ധനച്ചിലവിനെയും കൂടി സൂചിപ്പിക്കുന്നു. എന്നാൽ 11-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു അധികാരങ്ങളും ധനലാഭവും ബഹുമാനലാഭവും കുടുംബസുഖവും നൽകുന്നു. 2025 മാർച്ച് 29 ശനി നിങ്ങളുടെ 12-ാം ഭാവത്തിലേക്ക് രാശി മാറി. നിങ്ങൾക്ക് 7-ര ശനിയുടെ തുടക്കമാണ്. 7-ര ശനിയുടെ ആദ്യഘട്ടത്തിലാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല. ധനച്ചിലവുകൾ ശ്രദ്ധിക്കണം. 2025 മെയ് 14 വ്യാഴം നിങ്ങളുടെ 3-ാം ഭാവത്തിലേക്ക് സഞ്ചരിച്ചു. പൊതുവെ ശനി, വ്യാഴം, സൂര്യൻ എന്നിവർ അനുകൂലരല്ല. എങ്കിലും മാസത്തിൻ്റെ 2-ാം പകുതിയിൽ ശുക്രനും
കുജൻ, ബുധൻ, രാഹു എന്നീ ഗ്രഹങ്ങളും അനുകൂലരാണ്. ആയതിനാൽ ശനി, വ്യാഴം, സൂര്യൻ എന്നീ ഗ്രഹങ്ങൾക്ക് പരിഹാരം ചെയ്യുക. നവഗ്രഹ ക്ഷേത്ര ദർശനമാണ് ഏറ്റവും ഉത്തമം. ഇഷ്ട വഴിപാടുകൾ നടത്തുക. ശാസ്താവിന് നീരാഞ്ജനവും മഹാവിഷ്ണുവിന് പാൽപ്പായസവും നടത്താൻ മറക്കരുത്. അടുത്തതായി ഇടവൻ രാശി. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവൻ രാശി. ഇടവൻ രാശിയുടെ 4-ാം ഭാവാധിപനായ സൂര്യൻ ഓഗസ്റ്റ് മാസത്തിൽ ഇടവൻ രാശിയുടെ 3ഉം 4ഉം ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 3-ാം ഭാവം സൂര്യന് അനുകൂല ഭാവമാണ്. ശാരീരിക ക്ലേശങ്ങളെല്ലാം മാറി മനസ്സുഖം വർദ്ധിക്കും. ആത്മധൈര്യവും തൻ്റെ ഇടവും വർദ്ധിക്കും. ശത്രുക്കൾ ഇല്ലാതാകും. ധനവരവ് കൂടും. സമൂഹത്തിൽ നിന്ന് ബഹുമാനം ലഭിക്കും. സഹോദര സ്നേഹമുണ്ടാകും. എന്നാൽ ഓഗസ്റ്റ് മാസത്തിൻ്റെ 2ാം പകുതിയിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ വ്യത്യാസമുണ്ടാകും. ശാരീരിക പീഡയും യാത്രാക്ലേശങ്ങളും ധനച്ചെലവുകളും ഉണ്ടാകാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിമിത്തം സ്ത്രീകൾ പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ചിലവുകൾ നിയന്ത്രിക്കണം. 10ാം ഭാവാധിപനായ ശനി 11ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കർമ്മരംഗത്തെ അധികാരങ്ങളും സഹപ്രവർത്തകരുടെ ബഹുമാനവും വരുമാനവും വർദ്ധിക്കും. രോഗശമനവും സന്തോഷവും ലഭിക്കുന്ന സമയമാണ്. കർമ്മം കൊണ്ട് വരുമാനം വർദ്ധിക്കുന്ന സമയം കൂടിയാണ്. 5ാം ഭാവാധിപനായ ബുധൻ 3ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിദ്യാർത്ഥികൾക്ക് സഹപ്രവർത്തകരുടെ ശല്യമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് വിദ്യാർത്ഥികൾ സുഹൃത്തുക്കളിൽ നിന്നും കുറച്ച് അകലം പാലിക്കുന്നത് നല്ലതായിരിക്കും. അല്ല എങ്കിൽ ശത്രുഭയം അലട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷേ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ബുധൻ രവിയോട് യോഗം ചെയ്ത് നിപുണയോഗം നിർമ്മിച്ചാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് പഠനത്തിന് ഉപകരിക്കും. 7ാം ഭാവാധിപനായ കുജൻ 5ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുജൻ്റെ 5ലെ സ്ഥിതി ബിസിനസ്സുകാർക്ക് നല്ല ഫലങ്ങൾ നൽകുന്നില്ല. പണനഷ്ടം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇടവൻ രാശിയുടെ 2ാം ഭാവത്തിലാണ് 2025 മെയ് 14 മുതൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. 2ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം ധനലാഭത്തെയും ധനവരവിനെയും സൂചിപ്പിക്കുന്നു. കുടുംബസുഖവും ശത്രുശമനവും ഉണ്ടാകുന്നു. കുടുംബസ്വത്ത് ലഭിക്കും. കൂടാതെ 2ാം ഭാവത്തിൽ ഓഗസ്റ്റ് 21 വരെ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ തുടർച്ചയായ ധനവരവിനെയാണ് കാണിക്കുന്നത്. സ്ത്രീസുഖം, വസ്ത്രലാഭം, ആഭരണലാഭം എന്നിവയും ശുക്രൻ നൽകുന്നു. സംസാരം കൊണ്ട് ജീവിക്കുന്നവർക്ക് സമയം അനുകൂലമാണ്. ഓഗസ്റ്റ് 21 ശേഷം 3ാം ഭാവത്തിലേക്ക് ശുക്രൻ സഞ്ചരിക്കുമ്പോൾ നല്ല ഫലങ്ങൾ നൽകുന്നില്ല. 4ൽ സ്ഥിതി ചെയ്യുന്ന കേതു ശത്രുക്കളുടെ വർധനവും ബന്ധുക്കളുടെ വിരോധവും നൽകുന്നു. എന്നാൽ 10ൽ സ്ഥിതി ചെയ്യുന്ന രാഹു കർമ്മരംഗത്ത് പുഷ്ടി നൽകുന്നുണ്ട്. എന്നാലും ചിലവുകളെയും കൂടി സൂചിപ്പിക്കുന്നു. അങ്ങനെ ശനി, വ്യാഴം, ശുക്രൻ, രാഹു എന്നീ പ്രബലരായ ഗ്രഹങ്ങൾ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് അനുകൂലരാണ്. ആയതിനാൽ ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ നിറഞ്ഞത് തന്നെയായിരിക്കും. മറ്റുള്ള ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്താൻ നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുക. മനസ്സുഖം ലഭിക്കും. അടുത്തതായി മിഥുനൻ രാശി. മകയിരമര, തിരുവാതിര, പുണർദം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനൻ രാശി. സൂര്യൻ മിഥുനൻ രാശിയുടെ 3ാം ഭാവാധിപനാണ്. ഓഗസ്റ്റ് മാസത്തിൽ സൂര്യൻ മിഥുനത്തിൻ്റെ 2, 3 ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ധനസ്ഥാനവും വാക്സ്ഥാനവുമായ 2ാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്ന സമയം സൂക്ഷിച്ച് വേണം മറ്റുള്ളവരോട് സംസാരിക്കാൻ. സംസാരം കൊണ്ട് ദോഷങ്ങളുണ്ടാകാം. ധനച്ചിലവുകളും നഷ്ടങ്ങളും വർദ്ധിക്കും. വ്യാപാരികൾ വളരെ സൂക്ഷിക്കണം. ചതിയും അത് നിമിത്തം ദുഃഖവും ഈ സമയത്തുണ്ടാകാം. തലവേദനയും നേത്രരോഗവും വരാൻ ഇടയുണ്ട്. എന്നാൽ മാസത്തിൻ്റെ 2ാം പകുതിയിൽ സൂര്യൻ മിഥുനൻ രാശിയുടെ 3ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. 3ാം ഭാവം സൂര്യന് അനുകൂല ഭാവമാണ്. രോഗശയ്യയിൽ കിടക്കുന്നവർക്ക് പോലും ഉണർവും ഉന്മേഷവും ഉണ്ടാകാം. മനസ്സുഖവും ധനലാഭവും ഉണ്ടാകും. സഹോദരങ്ങളുടെ സ്നേഹവും സഹകരണവും ലഭിക്കും. ശത്രുക്കൾ പരാജയപ്പെടും. തൊഴിൽ സ്ഥലത്തെ സഹപ്രവർത്തകരുടെ സഹകരണം കൂടും. സ്ഥാനമാന ലാഭം ലഭിക്കും. 10ാം ഭാവാധിപനായ വ്യാഴം ജന്മത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കർമ്മഭാവാധിപൻ ജന്മത്തിൽ സ്ഥിതി ചെയ്താൽ കർമ്മപുഷ്ടിയും ധനസമൃദ്ധിയും ഉണ്ടാകാം. പക്ഷേ ഇവിടെ ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴം അനുകൂല ഫലങ്ങൾ നൽകുകയില്ല. അതുകൊണ്ട് കർമ്മരംഗത്തെ വലിയ പുരോഗതി പ്രതീക്ഷിക്കേണ്ട. 7ാം ഭാവാധിപനും വ്യാഴമാണ്. 7ാം ഭാവാധിപൻ ജന്മത്തിൽ നിന്നാൽ വിദ്വത്വവും ധൈര്യവും ഉണ്ടാകും.
പക്ഷേ ഇവിടെയും വ്യാഴമാണ് ജന്മത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ബിസിനസ്സുകാർക്ക് മധ്യമമായ ഒരു ഫലമായിരിക്കും ലഭിക്കുക. വലിയ നേട്ടങ്ങളോ എന്നാൽ കോട്ടങ്ങളോ സംഭവിക്കുകയില്ല. എന്നാൽ 5-ാം ഭാവാധിപനായി ശുക്രൻ ജന്മത്തിൽ സ്ഥിതി ചെയ്യുന്നു. സുഖവും ധനവും വർദ്ധിക്കും. ശത്രുക്കൾ നശിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ വലിയ ഉയർച്ചയുണ്ടാകും. പഠനത്തിൽ താല്പര്യം വർദ്ധിക്കും. ഉണർവും ഊർജ്ജസ്വലതയും ഉണ്ടാകും. മനസ്സിനിണങ്ങിയ കോഴ്സിൽ പഠനം തുടരാൻ കഴിയും. പ്രണയിക്കുന്നവർക്കും ദമ്പതികൾക്കും സമയം മെച്ചമാണ്. 2-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധൻ ഓഗസ്റ്റ് 30 വരെ കർക്കടകത്തിൽ സ്ഥിതി ചെയ്യും. ബുധൻ്റെ 2-ലെ സ്ഥിതി സന്തോഷവും സംതൃപ്തിയും ആൾക്കാരുമായുള്ള നല്ല സഹകരണവും പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിതമായി ധനം കയ്യിൽ വരും. സുഹൃത്തുക്കൾ കൂടും. അപമാനങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. 3-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശിഖി നല്ല ഫലങ്ങൾ തരുന്നു. ധനലാഭത്തെയാണ് കാണിക്കുന്നത്. വസ്ത്രാഭരണ ലാഭമുണ്ടാകുന്നു. ശത്രുക്കളുടെ പരാജയവും സുഖവും ഉണ്ടാകുന്നു. ഭാഗ്യഭാവത്തിൽ നിൽക്കുന്ന രാഹുവും സുഖഹാനിയും തടസ്സവും സൃഷ്ടിക്കുന്നു. പിതാവിന് ക്ലേശങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. 4-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ ശത്രുവർദ്ധനം ഉണ്ടാക്കുന്നു. ബന്ധുക്കളിൽ നിന്ന് ക്ലേശവും മാതാവിന് അസുഖങ്ങളും ഉണ്ടാകാം. വാഹനം, വീട് എന്നിവയ്ക്ക് കേടുപാടുകൾ വരാതെ സൂക്ഷിക്കണം. ശനി കർമ്മഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2025 മാർച്ച് 29 നിങ്ങൾക്ക് കണ്ടകശനി തുടങ്ങി. കർമ്മരംഗത്ത് സ്ഥിതി ചെയ്യുന്ന ശനി കർമ്മ തടസ്സമുണ്ടാക്കാം. തൊഴിൽ തടസ്സവും മാനഹാനിയും ഉണ്ടാകാം. മനക്ലേശങ്ങളും രോഗങ്ങളും ഉണ്ടാകാം. ഹൃദ്രോഗമുള്ളവർ സൂക്ഷിക്കണം. നിങ്ങളുടെ ജാതകത്തിൽ ശനിയുടെ സ്ഥിതി കൂടി മനസ്സിലാക്കണം. അങ്ങനെ ശനി, വ്യാഴം എന്നീ ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലരല്ല. എന്നാൽ ശുക്രൻ, ബുധൻ, കേതു, 2-ാം പകുതിയിൽ സൂര്യൻ എന്നീ ഗ്രഹങ്ങൾ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് അനുകൂലരാണ്. വലിയ പ്രശ്നങ്ങളൊന്നും കൂടാതെ കടന്നുപോകും കാര്യങ്ങൾ. എങ്കിലും ശനി, വ്യാഴം എന്നീ ഗ്രഹങ്ങളെ അനുകൂലരാക്കണം. അതിനുവേണ്ടി ശനിദോഷ പരിഹാരത്തിനായി ശനിയാഴ്ച തോറും ശാസ്താവിന് നീരാഞ്ജനവും, വ്യാഴത്തെ പ്രീതിപ്പെടുത്താൻ വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസവും നടത്തുക. ദോഷങ്ങൾക്ക് തീർച്ചയായും കുറവ് വരും. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.